കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു കാലയളവാണിത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നത്. പ്രൈമറി അഗ്രികൾച്ചറാണ്. പ്രൈമറി അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നായി സെക്കൻഡറി അഗ്രികൾച്ചറിനെ കണ്ടെങ്കിൽ മാത്രമേ കാർഷിക മേഖലയിൽ കർഷകന് മെച്ചമുണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സംസ്കരണം, മൂല്യവർദ്ധനവ് എന്നിങ്ങനെയുള്ള സെക്കൻഡറി അഗ്രികൾച്ചറിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് രുചിയും ഗുണമേന്മയും ഉയർന്ന നിലവാരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ നാട് ലോകത്തിൻ്റെ ശ്രദ്ധ ആർജിച്ചിരുന്നതാണ്. കൃഷിയുടെ കാര്യത്തിൽ വന്ന ചില പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ട്. ഉൽപ്പാദനത്തിൻ്റെ കുറവ്, വരുമാനത്തിൻ്റെ കുറവ്, കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രകൃതിക്ഷോഭം, വന്യമൃഗശല്യം എന്നിവയെല്ലാം കൊണ്ട് കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ പിന്തിരിയുന്നു എന്നുള്ളതിനെ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ടെക്കുകൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ സജീവമാകുന്നതിൻ്റെ കാര്യങ്ങൾ മുഖ്യധാരാ കാർഷിക പ്രസിദ്ധീകരണങ്ങളടക്കം പ്രസിദ്ധീകരിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകമായി പറയുന്നില്ല. കൃഷിയിലൊരു ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് ഈ ഗവൺമെൻറ് എന്നപ്പോൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായി 2026 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിഷൻ 2026 വ്യക്തമായ കാഴ്ചപ്പാടോടെ നടപ്പിലാക്കി തുടങ്ങി എന്നുള്ളത് പ്രാധാന്യമുള്ള ഒന്നായി തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. നെല്ല്, പച്ചക്കറി, നാളികേരം, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വിളകൾ. അതിൻ്റെ എല്ലാം ആ വിളകളുമായെല്ലാം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള വിവേചനത്തെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും നമ്മൾ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇനങ്ങളുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയ്ക്ക് വലിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നെൽകൃഷിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞു. സമഗ്ര നെൽകൃഷി വികസന പദ്ധതിയിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 269 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ഉയർന്ന തലത്തിൽ ഹെക്ടറിന് 4744 കിലോഗ്രാമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ്. തരിശു നിലത്തിലെ കൃഷി പ്രോത്സാഹിപ്പിച്ചും നെൽവയലുകൾ തരം മാറ്റുന്നത് തടഞ്ഞും അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടും പ്രോത്സാഹന ബോണസ്, രജിസ്റ്റേർഡ് വിത്തുൽപാദക പദ്ധതി പ്രകാരം വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് നൽകിയുമെല്ലാമാണ് ഈ നേട്ടത്തിലേക്കെല്ലാം നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സർ, നാളികേരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറയുകയുണ്ടായി. ഈ ഗവൺമെൻറ് അധികാരത്തിന് ശേഷം 232 കേരഗ്രാമങ്ങളാണ് ഈ കേരളത്തിൽ ഇന്ന് സൃഷ്ടിച്ചെടുത്തത്. 202.1 കോടി രൂപ ചെലവിൽ 33,486 ഹെക്ടറിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കാനായി. അംഗങ്ങൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും ഉൽപ്പാദനക്ഷമതയുടെ കാര്യത്തിലും നമ്മൾ പുറകിലോട്ട് പോകുന്ന അനുഭവമുണ്ട് നമ്മുടെ മുമ്പിൽ. എന്നാൽ നമുക്ക് കേരഗ്രാമങ്ങളുണ്ടായ ഇടങ്ങളിൽ ഹെക്ടറിന് 10,739 തേങ്ങ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അഗ്രികൾച്ചർ പ്രൈസസ് ബോർഡിൻ്റെ പഠനത്തിൽ കണ്ടെത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. ഒരു അധികമായ വരുമാനം കർഷകർക്ക് ഇടവിളകൾ ഉൾപ്പെടെ നൽകുമ്പോൾ ഹെക്ടർ ഒന്നിന് 20,927 രൂപ അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതും കണക്കുകൾ തെളിയിക്കുന്ന കാര്യമാണ്. നാളികേരത്തിൻ്റെ സംഭരണത്തിൻ്റെ കാര്യത്തിൽ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ നേരത്തെയും സഭയിൽ പറഞ്ഞതാണ്, എവിടെയെങ്കിലും നാളികേരം സംഭരിക്കുന്നതിനകത്ത് പ്രയാസമുണ്ട്, നാളികേരം സംഭരിക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവിടെയെല്ലാം സംഭരണശാലകൾ തുറക്കാൻ തയ്യാറാണ്, സംഭരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചൂണ്ടിക്കാട്ടിയിടങ്ങളിലെല്ലാം സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, പച്ചക്കറിയുടെ കാര്യത്തിൽ നമുക്ക് 17.21 ലക്ഷം ടൺ പച്ചക്കറി ഉൽപ്പാദനത്തിലേക്ക് കേരളത്തിന് കടക്കാൻ കഴിഞ്ഞു. 2015-16 6.28 ലക്ഷം മെട്രിക് ടൺ ആയിരുന്നിടത്തു നിന്നാണ് ഇരട്ടിക്കപ്പുറത്തേക്ക് കേരളത്തിന് മുന്നേറാൻ കഴിഞ്ഞത് എന്നുള്ളൊരു ചെറിയ കാര്യം അല്ല. അതിൻ്റെ ഉൽപ്പാദനത്തിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നിൽക്കുന്ന അവസരത്തിലും പച്ചക്കറി വികസന പദ്ധതിക്ക് 21.48 കോടി രൂപ, അതിൻ്റെ കുടിശ്ശിക 17 കോടി രൂപയും അടുത്തിടയിൽ അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം കർഷകർക്ക് ആ പണമെല്ലാം ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തും. പച്ചക്കറികളുടെ കാര്യത്തിൽ രാവിലെ ഇവിടെ സംസാരമുണ്ടായി. ഞാൻ അതിൻ്റെയും മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കല്ല. പച്ചക്കറി ഇടുക്കി ജില്ലയിലെ കാര്യത്തെക്കുറിച്ച് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു. ആ കാര്യത്തിനകത്ത് ഞങ്ങൾ വളരെ ഗൗരവതരമായ ഇടപെടൽ നടത്തുന്നതാണ്.
കർഷകരിൽ നിന്ന് സംഭരിക്കുക എന്നതിന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കർഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ടും ചില ഇടനിലക്കാർ ഈ മേഖലയെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്താൻ നടത്തുന്ന നീക്കമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ ശീതകാല പച്ചക്കറികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം വട്ടവട കാന്തല്ലൂർ മേഖലകളാണല്ലോ. അവിടെ കൃഷിഭവനിൽ അല്ലെങ്കിൽ ഹോർട്ടികോർപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കർഷകർ രജിസ്റ്റർ ചെയ്തെന്ന് ഞാൻ ഒരു മാനദണ്ഡം പറയുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ വേറെ തടസ്സമൊന്നുമില്ല. യഥാർത്ഥ കർഷകരാണെന്ന് ഉറപ്പാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള കർഷകരിൽ നിന്നുള്ള പച്ചക്കറികൾ മുഴുവൻ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോർട്ടികോർപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ഈ പറഞ്ഞ വട്ടവട കാന്തല്ലൂർ പ്രദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പച്ചക്കറിയും ഹോർട്ടികോർപ്പ് വഴി എവിടെയായാലും നമുക്ക് സംഭരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതായിരിക്കും. രാവിലത്തേക്ക് ഇവിടെ ഇടുക്കിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പച്ചക്കറിയും കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന തയ്യാറാണ് എന്നറിയിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് അത് മുഴുവൻ സംഭരിച്ചിട്ടുണ്ട്. ഇക്കൊല്ലവും ഓണക്കാലത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വിലക്കയറ്റത്തിൻ്റെ കാര്യം അതിൽ പറഞ്ഞതുപോലെ അതിനനുസരിച്ച് കഴിഞ്ഞ ദിവസം കൂടി യോഗത്തിനകത്ത് അതിൻ്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി റിവോൾവിംഗ് ഫണ്ട് 2024 മാർച്ച് 31 വരെയുള്ള മുഴുവൻ പൈസയും കൊടുത്തു തീർത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. അങ്ങയുടെ പ്രശ്നം എന്താ? വളരെ സാധാരണക്കാരായ ആളുകളും ഇടത്തരം കർഷകരുമാണ് വട്ടവടയിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. അവർ ഓണം കഴിഞ്ഞിട്ട് എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് ബാക്കി അരിയസ് കിടക്കുകയാണ്. നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ടും അവർക്ക് പച്ചക്കറി സംഭരിച്ചതിൻ്റെ വില കൊടുത്തില്ല. അതുകൊണ്ട് അവർ ഈ ഹോർട്ടികോർപ്പിന് കൊടുക്കുന്നത് നിർത്തി വില കുറച്ചിട്ട് ഇടനിലക്കാർ വഴി അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. സാർ, ഈ പറയുന്നത് യാഥാർത്ഥ്യമില്ല. 1 മാസത്തിനപ്പുറത്തേക്ക് കുടിശ്ശിക ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. 1 മാസത്തിനപ്പുറത്തേക്ക് കുടിശ്ശിക ഉണ്ടാവില്ല. കർഷകരായിരിക്കണം, അവിടെ ഇടനിലക്കാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് ചില അവർക്കൊക്കെ ഉദ്ദേശങ്ങളുണ്ട്. അതിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് ആർക്കും പറ്റുകയില്ല. അങ്ങ് ആര് ചൂണ്ടിക്കാണിച്ചാലും അക്കാര്യത്തിൽ നേരിട്ട് പോയി ഇടപെടുന്നതിന് ഞാൻ തയ്യാറാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. ഈ കാര്യത്തിനകത്ത് 2024 മാർച്ച് 31 വരെയുള്ള കർഷകരിൽ നിന്ന് സംഭരിച്ച മുഴുവൻ പച്ചക്കറിയുടെയും പൈസ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായി ഇടുക്കിയുടെ വട്ടവട കാര്യത്തിനകത്ത് വളരെ പാവങ്ങളുടെ കർഷകർ പറഞ്ഞു റിവോൾവിംഗ് ഫണ്ട് കൂടി ഏർപ്പാടാക്കുന്ന കാര്യം രാവിലെ ഇവിടെ ഈ ചർച്ചകൾ വന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി അവിടുത്തെ കാര്യം പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിരുന്നു. മില്ലറ്റിൻ്റെ പ്രാധാന്യം ഞാൻ കൂടുതലായി പറയുന്നില്ല. അട്ടപ്പാടി കേന്ദ്രീകരിച്ച് നമ്മൾ 940 ഹെക്ടറിലെ മില്ലറ്റ് കൃഷി നമ്മൾ ആക്കിയിട്ടുണ്ട്. കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നമ്മൾ സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഭാഗമായി വിപണനം ചെയ്യുന്നതിനാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചുമായി നമ്മൾ ധാരണാപത്രം ഒപ്പുവെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം തന്നെ എല്ലാ ജില്ലകളിലും മില്ലറ്റ് കഫേകൾ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. നമ്മുടെ ഫാമുകൾ ഏറ്റവും ശക്തിപ്പെട്ടൊരു കാലയളവാണ്. തൈകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ, വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം വലിയ മുന്നേറ്റം ഫാമുകളുടെ ഭാഗമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതി ഓരോ വിളയെ അടിസ്ഥാനപ്പെടുത്തുന്ന കൃഷിയായിരുന്നു. അത് നമ്മൾ മാറ്റി കൃഷിയിടത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന കൃഷിയിലേക്ക് മാറി. ഇന്ന് കേരളത്തിൽ 21,520 ഫാം പ്ലാനുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഫാം പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 100 FPOകൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ കൂടി സൃഷ്ടിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. 2026 1 ലക്ഷം ഹെക്ടറിലേക്ക് എത്തിക്കുന്നതിനും 3000 കോടിയുടെ വിറ്റുവരവും നേരിട്ടും അല്ലാതെയുമായി 3 ലക്ഷം തൊഴിലവസരങ്ങളും ഉണ്ടാക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാർ, സ്മാർട്ട് കൃഷിഭവനെക്കുറിച്ച് ഈ സഭയിൽ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 56 കൃഷിഭവനുകൾ സ്മാർട്ട് കൃഷിഭവൻ്റെ പൂർത്തീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. കർഷകർക്ക് സേവനങ്ങൾ IT അധിഷ്ഠിതമായി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് സാങ്കേതിക വിദ്യകളിലൂടെ വളരെ വേഗത്തിൽ സേവനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി കൃഷി വകുപ്പിൽ നിലവിലുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് കതർ സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്പും ജൂലൈ മാസത്തോടെ പൂർണ്ണമായും സജ്ജമാകും എന്ന കാര്യം കൂടി അറിയിക്കുന്നു. വളരെ വേഗത്തിൽ ഈ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥരെ കൂടുതലായി കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ കഴിയും. സർ, കേന്ദ്ര സംസ്ഥാനം പദ്ധതിയാണ് സ്മാം എന്ന പദ്ധതി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 96,154 വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകിയിട്ടുണ്ട്. 278 ഗ്രൂപ്പുകൾക്ക് ആനുകൂല്യം നൽകിയിട്ടുണ്ട്. 299.98 കോടി രൂപ അതിനായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ കൂൺ ഗ്രാമത്തെക്കുറിച്ച് ഇവിടെ അംഗങ്ങൾ പറഞ്ഞു. 100 കൂൺ ഗ്രാമങ്ങൾ ഇപ്പോൾ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ്. വെള്ളിയാഴ്ച സംസ്ഥാനതല ഉദ്ഘാടനം പുനലൂരിലെ അഞ്ചൽ ഏരൂരിൽ നടക്കുകയാണ്. 100 കൂൺ ഗ്രാമങ്ങൾ. കൂണിൻ്റെ കാര്യത്തിൽ കൊല്ലം ജില്ലയടക്കം ഒരുപാട് മുന്നേറ്റം വന്നിട്ടുണ്ട്. കൂണുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധിത ഉൽപ്പന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര വിപണികളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. കണ്ണൂർ ഒരുപാട് നല്ല മാതൃകകളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല.
വിവിധ വിളകളുടെ സംഭരണത്തിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമുക്ക് സംഭരണത്തിൻ്റെ കാര്യത്തിൽ ചില ആശങ്കകൾ, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ നാളികേരത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. നെല്ലിൻ്റെ കാര്യത്തിനകത്ത് കൊടുത്തു തീർക്കാനുള്ള വിലയുടെ കാര്യത്തിൽ അത് വേഗത്തിൽ കൊടുത്തിരുന്ന നടപടികളിലേക്ക് സിവിൽ സപ്ലൈസ് നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെല്ലിൻ്റെ വിലയുടെ കാര്യത്തിൽ വർധനവിൻ്റെ കുറിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഇപ്പോൾ വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചുള്ള വിലയിലേക്ക് എത്തണമെന്നാണ് പറഞ്ഞത്. ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അനുഭാവപൂർണ്ണമായ പരിഗണന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യം സഭയ്ക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വില നിലവാരം പിടിച്ചു നിർത്തുന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ സമാഹരിച്ച് മറ്റിടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത്. ഞാൻ രാവിലെയും പറഞ്ഞതാണ്. വടകരപ്പതിയുടെയും അട്ടപ്പാടിയിൽ അടക്കമുള്ള തക്കാളി ഉൾപ്പെടെ സംഭരിക്കുന്നതിനെക്കുറിച്ച് ഏറ്റവും പ്രധാനമായി വിലകൾ കൂടി നിൽക്കുന്നിടങ്ങളിലേക്ക് മൊബൈൽ സേവനങ്ങൾ ഇന്നു മുതൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കട്ടെ. മറ്റിടങ്ങളിലേക്ക് എവിടെയെല്ലാമാണോ ആവശ്യമായി വരുന്നത് അവിടങ്ങളിലേക്കെല്ലാം ഇത് നടത്തുന്നതായിരിക്കും എന്ന് കൂടി അറിയിക്കുന്നു. ഒരു കൃഷിഭവനിൽ നിന്ന് ഒരു ഉൽപ്പന്നം എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ നീങ്ങി. സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്തതാണ്. 1000 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിലുണ്ടായി. കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിം നമ്മളതിന് കൊടുത്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട് 840 കർഷകർക്ക് തന്നെ നമ്മൾ പരിശീലനം കൊടുത്തു. കേരള ഗ്രോ ബ്രാൻഡ് ഷോപ്പുകൾ പ്രത്യേകമായി ആരംഭിക്കാൻ പോവുകയാണ്. ജൂലൈ ആഗസ്റ്റ് മാസത്തിലേക്ക് വരും. രാവിലെ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി വന്യജീവി പ്രശ്നത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. കൃഷിവകുപ്പല്ല ചെയ്യേണ്ടതെല്ലാം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. എന്നാൽ കൃഷിവകുപ്പ് മുൻകൈ എടുത്ത് 23-24 1.88 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് വകയിരുത്തിയിരുന്നു. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ RKVY വഴി കൃഷിവകുപ്പ് 25 കോടി രൂപ കൂടി ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പണം കൃഷി വനം വകുപ്പുകൾ തമ്മിൽ പ്രപ്പോസൽ തയ്യാറാക്കി ജനപ്രതിനിധികളടക്കമുള്ളവരുമായി ആലോചിച്ച് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ കൃഷി വകുപ്പ് കൂടി ഇത്തരം കാര്യങ്ങളിലേക്ക് വനമേഖലയിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇൻഷുറൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇൻഷുറൻസ് നിർത്തലാക്കി നിലച്ചിരിക്കുന്നൊക്കെ ബഹുമാനപ്പെട്ട പ്രഭാകരനോട് പറയുകയുണ്ടായി. അങ്ങനെ ഇല്ല. PMFBY എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പരിപാടി ഉണ്ടായിരുന്നു. അതിനേക്കാൾ മെച്ചപ്പെട്ട ഇടത്തിലേക്ക് മാറിയിരിക്കുന്നതാണ്. കർഷകർക്ക് ആനുകൂല്യം കൂടുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എവിടെയാണോ ബുദ്ധിമുട്ടുണ്ടാവുക അതിനനുസരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇൻഷുറൻസിൻ്റെ കാര്യത്തിനകത്ത് സംസ്ഥാനത്ത് ഉള്ള ഇൻഷുറൻസ് സാർ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. നമുക്ക് ഈ ഗവൺമെൻറ് ആദ്യ പാദത്തിൽ തന്നെ ഇപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു 22 കോടി രൂപ 30 കോടി രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. 22 കോടി രൂപ അനുവദിച്ചു എന്നവരെ അറിയിക്കട്ടെ. ഈ ഓട്ടോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ഇതിന് നമ്മുടെ ഈ ധനാഭ്യർത്ഥന ഈ കാലത്ത് തന്നെ അതിനകത്ത് ഒരു വലിയ എമൗണ്ട് തന്നെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് വിളനാശത്തിൻ്റെ കാര്യത്തിനകത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധനകാര്യ വകുപ്പ് അത് അനുവദിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. ഇങ്ങനെയെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാപ്കോയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട പാലാ അംഗം പറഞ്ഞപ്പോൾ കാപ്കോ എല്ലാം പറഞ്ഞതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. കാപ്കോ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അഗ്രി പാർക്കുകൾ അതിൻ്റെ ഭാഗമായി വരാൻ പോവുകയാണ്. പാലായിലെ കാര്യത്തിൽ പറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ അവിടുത്തെ ഉൽപ്പന്നത്തിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അഗ്രോ പാർക്കുകൾ ആരംഭിക്കുന്നതിന് ഒരു മടിയുമില്ല. കാപ്കോയുടെ മുൻകൈയിൽ അതെല്ലാം ഉണ്ടാവും. കർഷക സേവന കേന്ദ്രങ്ങൾ ഇൻഷുറൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ മലമ്പുഴ MLA പറഞ്ഞപ്പോൾ ഉൾപ്പെടെ കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ 100 ഇടങ്ങളിൽ നമുക്ക് കൃഷി ഭവനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കർഷക സേവന കേന്ദ്രങ്ങൾ ഇക്കൊല്ലം തന്നെ ഞങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പൊതുജനങ്ങൾ കൂടി ഒന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. കൃഷി വകുപ്പിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി വിലയിരുത്തുന്ന സോഷ്യൽ ഓഡിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 82 കൃഷിഭവനുകളിൽ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. മുഴുവൻ കൃഷിഭവനുകളിലും സോഷ്യൽ ഓഡിറ്റുകൾ നടപ്പിലാക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട നയങ്ങൾ കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. കർഷകർ കൃഷിഭൂമി ഇല്ലാത്ത വർഷമുണ്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കൃഷിഭൂമി കൃഷി ചെയ്യുന്നതിന് വേണ്ടി ലഭ്യമാകുന്നതിന് മറ്റ് തടസ്സങ്ങളില്ലാത്ത തരത്തിൽ അത് ചെയ്യുന്നതിനുള്ള ആവശ്യമായ രീതി ഉണ്ടാവും. ഒരു ക്രോപ്പ് കൾട്ടിവേഷൻ റൈറ്റ് കാർഡ് നൽകുന്നതിനെക്കുറിച്ചാണ് ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സാർ, സർവകലാശാലയെക്കുറിച്ച് കൂടി പറയേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൻ്റെ കാർഷിക സർവകലാശാല ഈ കാലയളവിനുള്ളിൽ 14 സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലമായി കേരളത്തിൻ്റെ കാർഷിക സർവകലാശാല 15 പേറ്റന്റുകൾ വിവിധ മേഖലയിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സൈസ് പോളിസിക്കകത്തുണ്ടായ ഒരു മാറ്റമുണ്ടായിരുന്നു. വൈൻ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴങ്ങളിൽ നിന്നും വൈൻ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദം കിട്ടിയാൽ കർഷകർക്ക് അത് ഏറ്റവും ഗുണകരമാകും എന്നുള്ളതിൻ്റെ പേരിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ തരത്തിലൊരു നീക്കം ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈൻ പെർമിറ്റ് സർവകലാശാലയ്ക്ക് ലഭിച്ചു. പൈനാപ്പിൾ, കശുമാങ്ങ, പാളയംകോടൻ പഴം എന്നിവിടങ്ങളിൽ നിന്ന് വൈൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. ഉൽപ്പാദനത്തിനായി എക്സൈസ് വകുപ്പിൽ നിന്ന് ലൈസൻസ് ലഭ്യമായിട്ടുണ്ട്. വിൽപ്പനയുടെ പെർമിറ്റ് ലഭിക്കുന്നതിന് എക്സൈസ് വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട്.
സംരംഭകർക്ക് കർഷകർക്ക് അതിൻ്റെ സാങ്കേതികത കൈമാറുന്നതിന് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുമായി PG PhD പ്രോഗ്രാമുകൾക്ക് ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാർഷിക സർവകലാശാലയിൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേന്ദ്ര നയം നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രയാസവും തീർക്കുന്നുണ്ട്. നമ്മുടെ 14 സ്വതന്ത്ര വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള പ്രതിസന്ധികൾ ഇവിടെയുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 2033 ലക്ഷം വെച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടൊരു 107 പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തൊരു കൃഷി സമൃദ്ധി പരിപാടി നടപ്പിലാക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂട്ടാണ്. സാർ, പച്ചക്കറിയുടെ കാര്യത്തിൽ രാവിലെ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്. കേരളത്തിന് അതിന് ആവശ്യമായ ഉൽപ്പാദിപ്പിക്കാനുള്ള മണ്ണും മനുഷ്യരും ഇവിടെ ഉണ്ട്. നമ്മുടെ എല്ലാം ഒരു ഉത്തരവാദിത്തമായി മാറേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചനുസരിച്ച് ഒരു സമഗ്രമായ ജനകീയ പച്ചക്കറി പദ്ധതി ഉടൻ തന്നെ ആരംഭിക്കാൻ ജൂലൈ മാസത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുക എന്ന കാര്യത്തിൽ പ്ലാൻ ചെയ്യുകയാണ്. എല്ലാവരുടെയും പിന്തുണയും പിൻബലവും അതിനകത്തുണ്ടാവണം. ബജറ്റിന് പുറത്തേക്ക് നിന്നുകൂടി നമുക്ക് ധനസമാഹരണം ആവശ്യമായതിൻ്റെ പേരിലാണ് കേര എന്ന പദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങിയത്. സാർ, 2026 ഐക്യരാഷ്ട്രസഭ തന്നെ വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ വനിതാ കർഷക വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി വകുപ്പ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റബ്ബറിന് പണം കൊടുക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം തന്നെ 150 കോടിയോളം രൂപ റബ്ബറുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവിൻ്റെ ഭാഗമായി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ ചിലർക്ക് അതൊരു നല്ല ഒരു രസകരമായി പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. അതൊരു ശരിയായ കാര്യമല്ല എന്ന് അറിയിക്കുകയാണ്. ആലുവയിലെ ചുഴലിക്കാറ്റിനെ കുറിച്ചുകൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളൊരു പ്രാഥമികമായ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഏതാണ്ട് 16 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ്. പ്രാഥമിക കണക്കാണ്. ആക്ച്വലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കുറയാനും കൂടാനും സാധ്യതയുണ്ടാവും. അതിനനുസരിച്ച് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. സർ, കാംകോയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. കാംകോയിലെ നമുക്ക് ചില പ്രതിസന്ധികളെല്ലാം ഉണ്ടായി. കോവിഡിൻ്റെ കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതലായി ഉൽപ്പാദനത്തിൻ്റെ പ്രശ്നമുണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് ഇതെല്ലാം കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതിനകത്തൊക്കെ ചില ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായി. ഉൽപ്പാദനത്തിൽ ഈ ഇലക്ഷൻ സമയത്ത് ചില നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തി. അതിനെല്ലാം മറികടന്നുകൊണ്ട് കാപ്കോ മെച്ചപ്പെട്ട തരത്തിലേക്ക് എത്തും എന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നെല്ലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഉയർന്ന വില ഏറ്റവും കൂടുതലായി കിട്ടുന്നത് നമ്മുടെ ഇവിടെയാണ്. ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. കുട്ടനാടിൻ്റെ കാര്യത്തിൽ പാടശേഖരങ്ങൾ കല്ലുകെട്ടി കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന കുട്ടനാട് പദ്ധതിയുടെ ഭാഗമായി സാധ്യമാകും. ഒറ്റയടിക്കെല്ലാം നടക്കില്ല, സാധ്യമാകുന്നിടത്തോളം നമുക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം കേരളത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിനെ നമുക്ക് അവഗണിച്ചുകൊണ്ടൊരു കാര്യവും നമുക്ക് നടപ്പിലാക്കാൻ പറ്റുകയില്ല എന്ന കാര്യം കൂടി അറിയിക്കുന്നു. നാളികേരത്തിൻ്റെയും മറ്റും കാര്യത്തിൽ സംഭരിക്കാൻ കേരഫെഡിന് പ്രതിസന്ധിയും പ്രയാസങ്ങളും തീർത്തത് കേന്ദ്രത്തിൻ്റെ നിലപാടുകളാണ്. കേന്ദ്രമന്ത്രി കാണുന്നതിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സമയം തന്നിട്ടുണ്ട്. ഈ ജൂലൈ മാസം 2-ാം തീയതി കേന്ദ്രമന്ത്രിയെ കാണുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. സോയിൽ ഹെൽത്ത് കാർഡ് ഘട്ടം ഘട്ടമായി എല്ലാവർക്കും നൽകും എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിൽ അതെല്ലാം നൽകുന്നതായിരിക്കും. ആദരണീയനായ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ പറയുമ്പോൾ കർഷക ആത്മഹത്യ ഏറുന്നു എന്നൊക്കെ അങ്ങ് പറയുകയുണ്ടായി. ഞാൻ വൈകിയ വേളയിൽ അതെല്ലാം ഖണ്ഡിക്കാൻ ഒരൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ഓരോ ഗവൺമെൻറ്റുകളുടെയും കാലത്ത് നടന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് കണക്കെടുത്തിട്ട് പിന്നെ അങ്ങേക്ക് ഇങ്ങോട്ടേക്ക് ചൂണ്ടിയിട്ട് ആ വാചകം പറയാൻ കഴിയുമോ എന്ന കാര്യം അങ്ങേക്ക് അറിയാത്തതുകൊണ്ടല്ല, അങ്ങൊന്ന് നോക്കിയിട്ട് വന്ന് ഒന്നുകൂടി പറയുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഒരാളും ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്കെല്ലാമുള്ള അഭിപ്രായം. കൃഷിക്കാരൻ ആത്മഹത്യ ഇരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഉണ്ടാവും. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമാക്കി ഇവിടുത്തെ കുറ്റമാണ് എന്ന് പറയുമ്പോൾ അങ്ങ് മുൻകാലങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ കാര്യം കൂടി ഒന്ന് നോക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കൂടി പറയട്ടെ. പറഞ്ഞു പറ്റിച്ചു. 250 രൂപ അല്ല 170 റബ്ബറിൻ്റെത്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും രൂപ കൊടുത്തു. 2000 കൂടുതലധികം രൂപ ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതുണ്ട്. പ്രകൃതിക്ഷോഭത്തിനകത്തൊന്നും നടപടികളില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കൂടി അങ്ങോട്ട് പറയുന്നു. ഞാൻ സാറെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യരായ നിരവധിയായ അംഗങ്ങൾ അവരവരുടെ മണ്ഡലങ്ങളിൽ ഒരുപാട് പദ്ധതികൾ കൃഷിയുമായി ചേർന്ന് നടപ്പിലാക്കുന്നുണ്ട്. ഹരിതം ഹരിപ്പാട്, സുസ്ഥിര തൃത്താല, കൃഷിക്കൊപ്പം കളമശ്ശേരി, ഇരിങ്ങാലക്കുടയിലെ പച്ചക്കുട, ഒല്ലൂരിൻ്റെ കൃഷി സമൃദ്ധി, ചെങ്ങന്നൂർ സമൃദ്ധി, കരപ്പുറം വിഷൻ, കാട്ടാക്കട കാർബൺ ന്യൂട്രൽ കൃഷി, അടൂർ നിറപ്പൊലിവ്, ഗുരുവായൂർ ഗ്രീൻ ഗുരുവായൂർ, കല്യാശ്ശേരി ഔഷധഗ്രാമം, ചാത്തന്നൂർ പുനർജനി, ആലത്തൂർ നിറ, കടുത്തുരുത്തി സമഗ്ര കാർഷിക പദ്ധതി, പുതുക്കാട് പൊലിമ, തരൂർ സമൃദ്ധി, ചേലക്കര സമഗ്ര പദ്ധതി, കയ്പമംഗലം തളിർ, വട്ടിയൂർക്കാവ് നമ്മുടെ ഓണം നമ്മുടെ പച്ചക്കറി. ഇതിനകത്ത് ചിലത് അങ്ങയുടെ മണ്ഡലത്തിലടക്കം നടത്തുന്ന, തലശ്ശേരിയിലടക്കം നടത്തുന്ന പദ്ധതികളെല്ലാം ഉണ്ട്. ഇതെല്ലാം കേരളത്തിൽ വിജയകരമായ ഒരുപാട് കഥകൾ ഈ മണ്ഡലങ്ങളുമായെല്ലാം ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളാണ്. നമ്മളിതെല്ലാം മറ്റു കാര്യങ്ങൾ പറയുന്നിടത്ത് കേരളത്തിൽ ഏറ്റവും പ്രമുഖമായ പ്രസിദ്ധീകരണങ്ങളുണ്ട്. കേരളത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിറങ്ങുന്ന പ്രസിദ്ധീകരണം, ഞാനത് കർഷകശ്രീ, കർഷകൻ, കേരള കർഷകൻ
ഇതെല്ലാം നമ്മൾ നോക്കണം. ഇതെല്ലാം ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിജയകഥകളുടെ കാര്യം വിജയകഥകളുടെ കാര്യമാണ് ഏറ്റവും കൂടുതലായി അവരെല്ലാം പറഞ്ഞത്. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ കാർഷിക മേഖലയെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുകയും പിൻബലം കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതൊരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായി തന്നെ കണക്കാക്കി മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് നല്ല മെച്ചമുണ്ടാക്കാൻ കഴിയും. ഓരോ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നതെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇന്നലെ തന്നെയാണ് സഹകരണ വകുപ്പിൻ്റെ മുൻകൈയിലാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കാർഷികോൽപ്പന്നം കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അതൊന്നും മുൻനിരയിലേക്കല്ല വരുന്നതല്ല, അതെല്ലാം ഏറ്റവും മറ്റിടങ്ങളിലേക്കാണ് അതിൻ്റെ വാർത്തകളെല്ലാം പോകുന്നതും. വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പദ്ധതികളുമായെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധിയായ ഇടങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സർ, കേന്ദ്രത്തിൻ്റെ നയങ്ങൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ് കാർഷിക മേഖല എന്നുള്ളത് കൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ എല്ലാ ഇടപെടലുകളും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു പരാമർശം നടത്തുന്നില്ല. എല്ലാവരും തോറ്റു, തകിടം മറിഞ്ഞിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് സായുജ്യം കൊള്ളുന്നത് നല്ലതായിരിക്കും. പക്ഷേ എന്നാൽ വരാൻ പോകുന്നൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആർ തഴയപ്പെടുമെന്നും ആർ സ്വീകരിക്കപ്പെടുമെന്നുള്ളതും നമുക്ക് കണ്ടറിയാവുന്ന വരാൻ പോകുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാവേണ്ടതില്ല. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ മത്സരിച്ചില്ലേ, വയനാട് മത്സരിക്കുന്നില്ലേ? ആദരണീയനായ ശ്രീ മുനീർ സാഹിബ് ഫൈസാബാദിൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു. ഇവിടെയാണ് നേരത്തെ ആദരണീയനായ മുഖ്യമന്ത്രിയാണ് ഈ സഭയിൽ പറഞ്ഞു, നമ്മൾ ഇന്ത്യ മുന്നണിയുടെ യോജിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച്, എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മളാ കാര്യം അതിനകത്ത് വന്ന കോൺഗ്രസ് സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച്, കോൺഗ്രസ് മാത്രമല്ല ചില പാർട്ടികൾ പോലും ചിലയിടങ്ങളിൽ സമീപനങ്ങളാണ് യു പിയിലടക്കം ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഫൈസാബാദ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ്. അങ്ങ് പറഞ്ഞയാൾ മിത്രസൻ യാദവിൻ്റെ മകൻ, പഴയ അവിടുത്തെ MP ആയിരുന്ന ആളാണ്. മിത്രസൻ യാദവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചവിടെ ജയിച്ച ഇടമാണെല്ലാം. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് ഞങ്ങൾ മാത്രം മതിയെന്ന സങ്കുചിതമായ ചിന്ത യു പിയിലടക്കം ഭരിച്ചപ്പോഴാണ് ഇടതുപക്ഷത്തെ വേണ്ടതില്ല എന്നുള്ള തീരുമാനങ്ങളിലേക്ക് എത്തത്. അല്ലായിരുന്നു എങ്കിൽ ഇതിനേക്കാൾ ഉജ്ജ്വലമായ റിസൾട്ട് ഉണ്ടാകുമായിരുന്നു എന്ന് അങ്ങയുടെ ഒപ്പം ഇരിക്കുന്ന ആളുകളോട് കൂടിയാണ് പറയേണ്ടത്. ഇടതുപക്ഷം സഹകരിക്കാനുള്ള തരത്തിലാണ് എല്ലായിടങ്ങളിലും നിന്നത്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നമുക്ക് അങ്ങോട്ടോട്ട് മത്സരിക്കാം, പക്ഷേ എന്നാൽ മറ്റിടങ്ങളിലേക്ക് അതല്ല, ആ യോജിപ്പിൻ്റെ രീതിയല്ല പലയിടങ്ങളിലും നിങ്ങൾ പിന്തുടർന്നത്. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും നമുക്ക് വേറിട്ട രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അന്യോന്യം എതിർക്കുന്ന തരത്തിലേക്ക് എത്തേണ്ടി വന്നു. വോട്ടിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലല്ല, നിലപാടുകളുടെ പേരിൽ ഫാസിസത്തോട് ഇത്രയും കൃത്യമായ എണ്ണവണ്ണം എതിർക്കുന്നത് ഇടതുപക്ഷമല്ലാതെ വേറെ ആരെക്കൊണ്ടാകും, ആരെങ്ങനെ എതിർത്തിട്ടുണ്ട് എന്ന കാര്യം ആലോചിച്ച് നോക്കുക. ഓരോ ഇടങ്ങളിലും അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ ഇന്ത്യൻ ഫാസിസത്തെ തുടക്കം മുതൽ എതിർക്കുന്നത്, ഫാസിസത്തെ ഒരു പുസ്തകം എഴുതിയ അങ്ങേക്ക് പോലും സംശയം ഉണ്ടാവുകയില്ല എന്ന്, മുനീർ സാഹിബിൽ സംശയം ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. വിഖ്യാതമായ പുസ്തകമുണ്ടല്ലോ ഫാസിസത്തെക്കുറിച്ച്. ആ ഫാസിസ്റ്റുകളോട് കൃത്യമായ എന്ന വണ്ണം എതിരിടുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. ആ ഇടതുപക്ഷം വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് അപ്പോൾ ആർക്കായിരുന്നു നിങ്ങളുടെ ഒരു പരിഗണന കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഇന്ത്യയുടെ ഒരു ചുവരെഴുത്താണ്. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും അത്തരത്തിൽ തിരുത്തുക എന്നുള്ളതിനെ അനിവാര്യമായി കാണേണ്ടതുണ്ട് എന്നുകൂടി പറയുന്നു. ഈ ധനാഭ്യർത്ഥനകളെ പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാ അംഗങ്ങളുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാവണം. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഈ കാര്യങ്ങൾ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. സജീവമായ ഇടപെടലുണ്ടാവണം. നിങ്ങൾ കൂടി മുൻകൈ എടുത്ത് അവലോകനങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമേ ഉള്ളൂ. ആ കാര്യത്തിലുള്ള ഇടപെടൽ കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കണമെന്ന് പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.